അങ്ങനെ ഡെവിളിഷ് ജോയ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചൂക്കിയെ കാണാനാണ് ഇവൻ വന്നിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവൻ ഡോക്ടറെ വിളിച്ചിട്ട് എനിക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റൂ എന്നവിടെ ചോദിക്കുന്നതും ഇതേ ടൈമിലാണെങ്കിൽ പാവം ചൂക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഒരു സൈക്കിൾ ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഇവളുടെ കർച്ചീഫ് താഴെ വീഴുന്നുണ്ട്. അതായത് 3 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച പോലെ തന്നെ ഇവളാണെങ്കിൽ അത് ആലോചിക്കുന്നുണ്ട്. ഡോക്ടറെ കാണാനെത്തുന്ന സംഘ ഇവൻ നേരത്തെ ഓർമ്മകളിൽ കണ്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് പകർത്തുന്നതും ഡോക്ടർക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ലിംബിക് സിസ്റ്റത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറയുന്നതും, ഈ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ നമ്മുടെ ബിഹേവിയറും അതുപോലെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഡോക്ടറോട് ഇവൻ പറയുന്നത്. ഡോക്ടറാണെങ്കിൽ എന്ത് ലക്ഷണങ്ങളാണെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ബോധം പോകുന്നത് പോലെ, നല്ല തലവേദന, അതുപോലെ 2ആയിട്ട് സാധനങ്ങൾ കാണുക എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഓക്കെ ആയ ടൈമിൽ ആരെയോ വിളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ആരെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഇത് മാത്രമല്ല, ഞാൻ മറന്നുപോയ പണ്ടത്തെ എൻ്റെ കുറച്ച് ഓർമ്മകൾ അതെനിക്ക് തിരിച്ചു കിട്ടി. ഇനി എനിക്ക് പറയാൻ കഴിയും അതൊന്നും ഒരു സ്വപ്നമല്ല, നടന്നിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ ഡോക്ടറാണെങ്കിൽ എന്ത് കാര്യം ഓർമ്മ വന്നിത് ചോദിക്കുമ്പോൾ അത് ജസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണെന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതായത് ഇപ്രാവശ്യം ഇവനെല്ലാം ഡോക്ടറോട് അങ്ങ് തുറന്നു പറയുന്നില്ല. ഇതേ ടൈമിൽ ചൂക്കിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ തിരിച്ചു വരുമ്പോൾ നഞ്ചുനാണെങ്കിൽ ഇതെന്താ ഇത്ര പെട്ടെന്ന് നേരത്തെ വന്നത്, ആൾ ഇപ്രാവശ്യവും വന്നില്ലേ, ആൾ എന്താ ഈ കാണിക്കുന്നത്, അല്ല ഇന്ന് വരാമെന്ന് ആൾ പറഞ്ഞത് തന്നെയല്ലേ എന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോൾ എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞതാ, പക്ഷെ എന്തു പറ്റിയെന്ന് അറിയില്ലേ എന്ന് ഇവിടെ പറയുമ്പോൾ നഞ്ചുനാണെങ്കിൽ ആൾക്കിനി അർജന്റായിട്ടുള്ള വല്ല കാര്യം വന്നിട്ടുണ്ടായിരിക്കും എന്ന് അവിടെ ചോദിക്കുമ്പോൾ ചൂക്കി അവിടെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആൾക്ക് ജസ്റ്റ് എന്നെ വിളിച്ചു പറയാമായിരുന്നില്ലേ എന്ന്. അതുപോലെ ഞാൻ ഓരോ പ്രാവശ്യവും എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് വീണ്ടും അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആളൊരു സ്റ്റെപ്പ് ബാക്കോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ഇവളാകെ സാഡായിട്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ വീട്ടിലെത്തുന്ന സംഘാണെങ്കിലും ഇവൻ വരച്ച പിക്കൊക്കെ നോക്കി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതും, പണ്ട് നടന്ന ആ ആക്സിഡന്റിനെ പറ്റി വിചാരിക്കുന്ന ഇവനാണെങ്കിൽ ഇനി ഈ ലൈറ്റ് കാണുമ്പോൾ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പക്ഷേ എൻ്റെ ട്രോമയായിരിക്കൂ എന്ന് ചിന്തിച്ച് ഇവൻ നേരെ ഗ്ലാസും വെച്ച് ലൈറ്റിൻ്റെ അവിടേക്ക് പോകുന്നതും ഈ ഗ്ലാസ് മാറ്റിയിട്ട് ലൈറ്റ് കണ്ണുകൊണ്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവനതിന് കഴിയുന്നില്ല കേട്ടോ. ഇവനങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ടൈമിലാണ് എന്താ സംഭവം എന്ന് ചോദിച്ച് യാങ് അങ്ങോട്ട് വരുന്നതും സംഘ് ശരിക്കും പേടിക്കുന്നുണ്ട്. ഇത് കണ്ട് യാങ്ങും പേടിക്കുന്നുണ്ട്. സംഘാണെങ്കിൽ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ പിന്നാലെ വരുന്ന യാങ് ആണെങ്കിൽ അല്ല നേരത്തെ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഗ്ലാസ് എങ്ങാനും മാറ്റിയിരുന്നെങ്കിൽ അവിടെ ബോധം കെട്ടി വീണേന്, അങ്ങനെയാണെങ്കിൽ ഒരു മരണം വരെ സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്താ തനിക്ക് എന്നെ പറ്റിയിട്ട് ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടോ എന്നാണ് സംഘം അവിടെ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ യാങ് ആണെങ്കിൽ ഇതിന് തിരിച്ചൊന്നും പറയുന്നില്ല, പകരം എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കുന്നതും തനിക്ക് എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നില്ലേ അതെന്താണെന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ പാര ഡോക്ടറും ഇവൻ്റെ ഡോക്ടറും ഒക്കെ ചെയർവുമണിനെ കാണുന്നതും ആ പാര ഡോക്ടറാണെങ്കിൽ എന്നാലും അയാൾ നമ്മൾ സംശയിക്കുന്നുണ്ട്, അവൻ ആരെന്ന് അവൻ്റെ വിചാരം. ആദ്യമൊക്കെ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആയാൽ മതി, വലിയ ബിസിനസ്സിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന്, എന്നിട്ടിപ്പോൾ തൻ്റെയാണ് പകുതി ഷെയർ, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അവൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇവൻ സിഇയുടെ സീറ്റിൽ ഇരിക്കുമെന്ന് പറയാൻ വരുമ്പോൾ ചെയർവുമണിനെ നോക്കി ഒന്ന് ഭയക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘാണെങ്കിൽ യാങ്ങിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവൻ കഴിക്കാതെ വരുമ്പോൾ ഇതിൽ പോയിസൺ ഒന്നും ചേർത്തിട്ടില്ല എന്ന് സംഘ് പറയുന്നുണ്ട്. എന്നാൽ യാങ് ആണെങ്കിലോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നതും 3 വർഷമായിട്ട് ഞാൻ ചെയർവുമണിന് വേണ്ടിയിട്ട് സ്പൈ ആയിട്ടാണ് നിങ്ങളുടെ കൂടെ നിന്നത്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഞാൻ അവരെ അറിയിച്ചിരുന്നു. ഈ ഒരു കേസിൽ വീടിൻ്റെ പാസ്കോഡും അതുപോലെ എപ്പോഴാണ് നിങ്ങൾ കിടന്നുറങ്ങാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അതിങ്ങനെ ചെയ്യാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നതും അതിനുശേഷം ഇവൻ്റെ റിസൈൻ ലെറ്റർ അവിടെ വെക്കുന്നുണ്ട്. താൻ എന്തിനാ അതിന് റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സംഘിനോട് എനിക്കിനി ഇത് തുടർന്ന് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എനിക്ക് കുറച്ചൊക്കെ കുറ്റബോധം ഉണ്ടെന്ന് പറയുമ്പോൾ അത് സാരമില്ല, താൻ അങ്ങോട്ട് ആ കുറ്റബോധം മാറ്റി വെച്ചേക്കെന്ന് സംഘ് പറഞ്ഞ് ആ റിസൈൻ ലെറ്റർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ യാങ് ആണെങ്കിൽ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് റിസൈൻ ലെറ്റർ വീണ്ടും സംഘിന് കൊടുക്കുമ്പോൾ സംഘാണെങ്കിൽ ഇവൻ്റെ കോളിലേക്ക് ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം തൻ്റെ ഫോണിലെ യാങ്ങിൻ്റെ പേര് എന്താ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് മുന്നേയും കാണിച്ചിരുന്നു, ഒരു ജന്തു, അതായത് ഫാമിലിയോ ലവോ അല്ലാത്തൊരു ജന്തു എന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന യാങ് ആണെങ്കിൽ ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ഞാൻ ആരും അല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ എടാ അതല്ല ഇതിൻ്റെ അർത്ഥം, ഞാൻ ഉദ്ദേശിച്ചത് താനൊരു ഫാമിലി മെമ്പറും അല്ല ലവറും അല്ല, അതായത് എനിക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് താനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ യാങ്ങിന് നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. സംഘാണെങ്കിൽ കുറച്ച് നേരത്തെ എനിക്കൊരു ബോധക്കേടുണ്ടായി, എൻ്റെ മെമ്മറി വീണ്ടും നഷ്ടമാകുന്നത് പോലെയൊക്കെ
തോന്നിയെന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് ഓക്കെ അല്ല എന്നാണ് സംഘം അവിടെ പറയുന്നത്. താൻ എന്തായാലും ആള് കൊള്ളാം, ഒരു നീതി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ റിസൈൻ ലെറ്റർ അങ്ങ് കീറി കളയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരെയോ വിളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് ആരെയാണെന്ന് ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന യാങ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ജൂഗി ആയിരിക്കും, കാരണം ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വാണം വിട്ട പോലെ ഓടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന സംഘമാണെങ്കിൽ എന്നിട്ട് ഇപ്പോഴാണോടോ ദ്രോഹി ഇത് പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നതും ആ ഫുഡ് കഴിക്കേണ്ട എന്നും പറയുന്നുണ്ട്. അപ്പോൾ യാങ് ആണെങ്കിലും എൻ്റെ റിസൈൻ ലെറ്റർ മിക്കവാറും ഞാൻ കൂട്ടിച്ചേർത്ത് ഒട്ടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരിക്കും. ജസ്റ്റ് ഒന്ന് കാണണമെന്നേ പറഞ്ഞുള്ളൂ, അപ്പോൾ അത് ഡേറ്റ് ആക്കി മാറ്റിയത് അയാളാണ്. എന്നിട്ടോ ആൾ വന്നൂല്ല. തേങ്ങ, എനിക്കത് ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇനി ആൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടായിരിക്കുമോ എന്നും ജൂക്കി ആലോചിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സ്വങ്ങ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ജൂക്കിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ അല്ല വരാന്ന് പറഞ്ഞത് താൻ തന്നെയല്ലേ, പിന്നെ എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നതും 3 വർഷം മുന്നേ ഇത് തന്നെയാണ് സംഭവിച്ചത്, ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ അന്നും ഇന്നും എനിക്ക് വരാൻ പറ്റിയില്ല, അതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജൂക്കിയാണെങ്കിൽ ഇങ്ങനെ പ്ലാനൊക്കെ മറന്നു പോകുന്ന എന്ത് കാര്യം ഉണ്ടായി എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം അതെനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സംഗിനോട് അതെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലാവത്തില്ലേ, അല്ല താൻ എൻ്റെ അടുത്ത് നിന്നോ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും ഇവനൊന്നും പറയുന്നില്ല. ഇവളാണെങ്കിൽ കയ്യിലുള്ള ആ വേസ്റ്റ് കവർ ദേഷ്യത്തിൽ വലിച്ചെറിയുമ്പോൾ നിനക്കെന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സംഗിനോട് ശരിയാ എനിക്ക് ശരിക്കും വട്ട, നാളെ മേലാക്കം ഇങ്ങോട്ട് വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ ഇവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിലോ ഇവൾക്ക് ഇത്തിരി ചൂട് കൂടുതലാണെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ അന്ന് നൈറ്റിലെ സംഘാണെങ്കിൽ ഡയറി എഴുതുന്നതും പഴയ മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടുന്നത് പോലെ തന്നെ അന്നന്ന് നടന്ന കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടെന്ന് അവൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യാങ് പറഞ്ഞല്ലോ പാസ്വേഡ് പറഞ്ഞു കൊടുത്ത് അത് ആലോചിച്ചെടുക്കുന്ന സംഘാണെങ്കിൽ ഡോറിന്റെ പാസ്വേഡ് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്ത് പാസ്വേഡാ വെക്കുക എന്ന് ആലോചിക്കുന്ന ഇവൻ പിന്നെ ചിരിച്ചുകൊണ്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് പതിവ് പോലെ ജോക്കിയുടെ അച്ഛൻ കുടിച്ച് പൂസായിട്ട് വരുന്നതും അനിയത്തിയും അനിയനും കൂടിയിട്ട് ആളെ വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവളാണെങ്കിലും സംഘായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും പിന്നീട് ഒരു ഡ്രാമയിലേക്ക് ആക്ട്രസിനെ തേടുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ഒക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ മിന്നെ എത്രയൊക്കെ വിളിച്ചിട്ടും കിജുനാണെങ്കിൽ ആകെ ഒരു ബോർ അടിച്ചിട്ട് കിടക്കുന്നതും അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ ഇവനെ ജസ്റ്റ് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ തോണ്ടുന്നുണ്ട്. അപ്പം മിന്നാണെന്ന് വിചാരിച്ച് എന്തുവാടി ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നതും അമ്മയാണെങ്കിൽ കറക്റ്റ് അടിക്കാൻ നോക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് മിസ്സായിട്ട് കിജുൻ അവിടെ നിന്ന് മാറുന്നുണ്ട്. അമ്മയാണെങ്കിൽ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഇവൻ വന്നിട്ടുണ്ടായിരിക്കില്ല, അപ്പം അതെന്താ വരാനെന്നൊക്കെ ചോദിച്ച് ഇവനെയൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പം ഇവനാണെങ്കിലും ഇതെൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, കുറച്ച് മാന്യതയൊക്കെ കാണിക്കണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല നീ ഉറങ്ങിപ്പോയി അതുകൊണ്ടല്ലേ വരാനെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതെ ഞാൻ ഉറങ്ങിപ്പോയി, അതിനിപ്പോൾ എന്താ, ഒന്നാമത് എനിക്ക് അവിടെ വന്ന ഒന്നും മനസ്സിലാവത്തില്ല, അവർ പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതും നീ കുറച്ച് ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു, എന്താ നീ മരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ, അമ്മ എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ച് ഇവൻ അങ്ങ് ചൂടാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ നമ്മുടെ ആസ്തി എത്രയാണെന്നറിയൂ, അതൊക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇതിനൊക്കെ കാരണം അമ്മയാണ്, ഞാൻ ചേട്ടനെയൊക്കെ കാണാൻ ഭംഗിയൊന്നുമില്ല, എല്ലാവർക്കും ചേട്ടനെ മാത്രം ഇഷ്ടം, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാകുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇതും പറഞ്ഞ് കരയുന്ന ടൈമിൽ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്ന അമ്മയോട് എനിക്കറിയത്തില്ല, എല്ലാം തെറ്റായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇവൻ അവിടെ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ കിം ആണെങ്കിൽ സംഗിനെ കാണാൻ വരുന്നതും എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുന്നേ നിങ്ങളല്ലേ ലീഹയുടെ ഒപ്പം ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്, അതിനുശേഷം അവൾക്ക് എന്തുമാത്രം നാണക്കേട് ഉണ്ടായി എന്നറിയോ, ഇപ്പോഴും അതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ അത് ജസ്റ്റ് ആ ഇന്റർവ്യൂവിൽ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതാകുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന കിം ആണെങ്കിൽ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയതായിട്ട് തോന്നുന്നില്ല, ഒന്നില്ലെങ്കിലും ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് വർഷമായില്ലേ, നിങ്ങളിത് കറക്റ്റ് പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത് ട്രെൻഡിങ് നമ്പർ 1 വരാൻ വേണ്ടിയിട്ട്, നിങ്ങളെപ്പോലുള്ളൊരു ബിസിനസ്മാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ, അപ്പം എന്തോ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നതും നിങ്ങൾ അങ്ങനെ ബോധമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് അവൾക്ക് ഒരുപാട് കോൺട്രാക്ട് നഷ്ടമായി, അപ്പോൾ അതെന്തായാലും നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഒരുപാട് ഹോസ്പിറ്റൽ ഹോട്ടൽസ് അതൊക്കെ ഇല്ലേ, സുൻവോ ഗ്രൂപ്പ് വലുതല്ലേ, നിങ്ങളുടെ ആഡിന് വേണ്ടിയിട്ട് നിങ്ങൾ മോഡൽസിനെയും നോക്കുന്നുണ്ട്, അപ്പോൾ ലീഹയായിട്ട് ഒരു കോൺട്രാക്ട് ചെയ്താൽ അത് നന്നായിരിക്കുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ അത് ഞാൻ എന്തായാലും ആലോചിക്കാം, താങ്കൾ ഇപ്പോൾ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്ന ടൈമിൽ അല്ല ജൂക്കിയെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയാമെന്ന് ചോദിക്കുന്നത് കേട്ട് ഇവനൊന്ന് ഷോക്കാകുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ജൂക്കിയെ അറിയാമെന്ന് ഇവൻ തിരിച്ചു ചോദിക്കുന്ന ടൈമിൽ അതായത് ജൂക്കിയെ ഇവൻ അടിച്ചതൊന്നും ഇവൻ ഓർമ്മയുണ്ടാവില്ലല്ലോ, കിം ആണെങ്കിൽ ആള് എൻ്റെ ഏജൻസിയിലായിരുന്നു മുന്നേ വർക്ക് ചെയ്തിരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ 3 വർഷം മുന്നേ ചൈനയിൽ വെച്ചിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ കുറേ കാലമായിട്ട് അറിയുമെന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ ഇവൻ ഒന്ന് ഷോക്കാകുന്നുണ്ട്. ഇതിന് ഞാൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് സംഘം തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ കിം ആണെങ്കിലും നമ്മൾ തമ്മിൽ മുന്നേ കണ്ടിട്ടുണ്ടോ, എന്തോ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിക്കാൻ മാത്രമുള്ള ഫേസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് സംഘം പറയും.
പറയുന്നതും ഓ എൻ്റെ ഫേസ് കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ലേ, എന്നാൽ ശരി എന്നെ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ആൾ കൂളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സംഘാണെങ്കിലോ പിന്നീട് ഇവന്റെ ബിസിനസ് കാർഡ് നോക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ലീഹയാണെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കിജുവിന്റെ ഒരു പോസ്റ്റ് ആണ് കാണുന്നത്. അൺലക്കിയുടെ ഒരു പ്രതിരൂപമാണ് ഞാനെന്ന് പറഞ്ഞ് ഇവൻ വിഷമിച്ച് നിൽക്കുന്ന ഒരു പിക്ക് കാണുമ്പോൾ ഇവൾക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഇതേ ടൈമിൽ CEO ജങ് ആണെങ്കിൽ ഒരു പുതിയ ഡ്രാമയിൽ ചെറിയ റോള് ജൂക്കിക്ക് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് വാങ്ങാൻ വരുന്നതും ആ ടൈമിൽ അവിടെ കിമ്മിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നതും എംപയർ എന്റർടൈൻമെന്റ് ഈ ഡ്രാമയിൽ ഇൻവോൾവ്ഡ് ആണോ എന്ന് ജങ് ചോദിക്കുന്ന ടൈമില് ഇയാളാണെങ്കിൽ അത് കൊള്ളാം, അവരില്ലാത്ത ഏത് ഡ്രാമ ഇപ്പോൾ ഉള്ളത്, എല്ലാ ഹോട്ട് ആയിട്ടുള്ള സ്റ്റാറും ആ എന്റർടൈൻമെന്റിൽ നിന്നല്ലേ വരുന്നതെന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്ക്രിപ്റ്റ് വാങ്ങിപ്പോകുന്ന ജങ് ആണെങ്കിൽ കിം ഈ ഒരു ഡ്രാമയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഇതും വർക്ക് ആവില്ല എന്ന് പറഞ്ഞ് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ജങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ജോക്കി ആണെങ്കിൽ ഈ ഡ്രാമ ഓഡീഷൻ നടക്കുന്നിടത്തൊക്കെ അവളുടെ CV കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന ടൈമിൽ കിമ്മിനെ മീറ്റ് ചെയ്യുന്നതും നീ ഒരുപാട് ഡ്രാമകളിൽ ചെറിയ വേഷം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഓഡീഷനിലും തെണ്ടുന്നുണ്ടല്ലേ, നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ കിം ആണെങ്കിലും അത് കൊള്ളാം, TV-യിൽ ഇപ്പോൾ കാണുന്ന ഡ്രാമ ആയിക്കോട്ടെ TV പ്രോഗ്രാം ആയിക്കോട്ടെ എല്ലാ പിള്ളേരും എൻ്റെ ഏജൻസിയിൽ നിന്നാ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങാനും പറയുകയാണ് നീയുള്ള ഒരു പരിപാടിയിൽ എൻ്റെ പിള്ളേർ പങ്കെടുക്കേണ്ട എന്ന്, അങ്ങനെയാണെങ്കിൽ ആ പരിപാടി തന്നെ അല്ലെങ്കിൽ ആ ഡ്രാമ തന്നെ നിന്നു പോകും. അതുകൊണ്ട് നീ നിൻ്റെ അഭിനയ മോഹക്ക് അങ്ങ് അവസാനിപ്പിച്ചേക്കെന്ന് പറയുന്ന ടൈമിൽ ചൂക്കിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കിം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അല്ല ഞാൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പവർ ഉപയോഗിക്കുന്നുണ്ട്, അതെന്തിനാ ചെയ്യുന്നത്? ഞാൻ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് 3 വർഷം മുന്നേ നടന്ന എന്തെങ്കിലും കാര്യമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു വരുമെന്ന് മാത്രമല്ല 3 വർഷം മുന്നേ ഉണ്ടായ ഇൻസിഡൻറ്റ് അത് ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നതും കിം ആണെങ്കിൽ ചൂടാകുന്ന ടൈമിൽ ആഹാ നിങ്ങളുടെ മുഖത്ത് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഞാൻ മുന്നേ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയി എന്നാണ് ഇവൾ പറയുന്നത്. ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ കിം ആണെങ്കിലും ജങ് നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒന്നില്ലെങ്കിലും അയാളുടെ പ്രായത്തെ മാനിച്ചിട്ടെങ്കിലും നിനക്ക് ഈ ആക്ടിങ് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ഓഡീഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇവൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഇവളുടെ ആക്ടിങ് കണ്ടിട്ട് മിന്നിൻ്റെയും CEO-യുടെ ഒക്കെ കിളി പോകുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നതും ഓഡീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് മിന്നു പറയുന്ന ടൈമിൽ CEO ജങ് ആണെങ്കിൽ അല്ല ഈ ഓഡീഷനിൽ പാസ്സാവുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല, കിമ്മിൻ്റെ എൻ്റർടൈൻമെൻറ്റിലുള്ള ആളുകൾ ഇതിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതും അവർ ഇൻവോൾവ്ഡ് ആവാത്ത ഏതെങ്കിലും ഡ്രാമാസോ പരിപാടിയോ ഒക്കെ ഉണ്ടോ എന്ന് ജങ് ചോദിക്കുന്ന ടൈമിൽ മിന്നാണെങ്കിൽ എല്ലാത്തിലും അവരുടെ കാൽവെപ്പുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജൂക്കി ആണെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് CEO-യോട് പറയുന്നതും ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ഇൻസൾട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അത് ഞാൻ മുന്നേ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ നിന്നെ എന്തായാലും ഒരു റിയൽ ആയിട്ടുള്ള ആക്ടറാക്കി മാറ്റുമെന്ന് പറയുന്നതും ഒരു ചെറിയ പേയ്മെൻറ്റ് ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുന്ന ടൈമിൽ കഴിഞ്ഞ പരിപാടിക്ക് കിട്ടിയത് നിൻ്റെ സഹോദരങ്ങൾക്ക് ഫീസൊക്കെ അടയ്ക്കേണ്ടതല്ലേ, ഒരു ഫാമിലി ഇല്ലേ, അപ്പോൾ ഇതെന്തായാലും വെച്ചോ എന്ന് പറയുമ്പോൾ അത് ഞാൻ ശരിക്കും പരിപാടി ചെയ്തില്ലല്ലോ, എനിക്കിത് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇവളോട് തീർച്ചയായും എന്ന് ജങ് പറയുന്നതും അല്ല ഇപ്പോൾ കിജുവിന് ഇങ്ങോട്ട് കാണാനില്ലല്ലോ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്ന ഇവളോട് അല്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണർ ഇല്ലേ ആളെ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് സംഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിളിക്കണമെന്ന് ചോദിക്കുന്ന ഇവളോട് പിന്നെ താൻ എന്തായാലും വിളിക്കണം, ഒന്നില്ലെങ്കിലും തന്നെ അയാൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്നാണ് ജങ്ങപ്പോട് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ സംഘാണെങ്കിൽ ഒരു മീറ്റിംഗ് കഴിയുന്നതും ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ലീഹയെ കാണുമ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന സംഘാണെങ്കിൽ എല്ലാവരെയും അവിടെ നിന്ന് ഓടിക്കുന്നതും എന്താ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോൾ 1 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ലീഹയോട് ഇത്രയും നേരം വെയിറ്റ് ചെയ്യാൻ എന്താ കാരണം എന്നിവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്കൊരു കൺസൾട്ടേഷൻ വേണമെന്ന് പറയുമ്പോൾ ഇത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുന്ന സംഘ് അല്ല നിങ്ങൾ ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, ശരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ ഇവിടെ വന്നത് അതോ കിജുവിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനിങ്ങോട്ട് വരേണ്ട ആവശ്യമെന്ന് ലീഹ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ കിജുൻ കാണുന്ന പോലെയൊന്നുമല്ല, ഒരു പാവാണ്, സോ നിങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബോദർ ചെയ്യരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടമെന്ന് ലീഹ അവിടെ പറയുന്നതും സംഘാണെങ്കിൽ എനിക്ക് ജൂക്കിയാണ് ഇഷ്ടമെന്ന് ഒറ്റയടിക്ക് അവിടെ പറയുന്നുണ്ട്. കറക്റ്റ് ആ ടൈമിൽ ജൂക്കി വിളിക്കുന്നതും കിജുൻ എവിടെയാണെന്ന് അറിയോ, കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ കിജുൻ എവിടെയാണെന്ന് ചോദിക്കാൻ ഒരു എക്സ്ക്യൂസ് ആയിട്ട് വിളിച്ചതാണോ എന്നപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ദേഷ്യത്തിലെ ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ കുറച്ച് ഡോക്ടേഴ്സ് ലീഹയ്ക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ടൈമിൽ ഇവളുടെ പേര് വിളിക്കുന്നതും ഇവളാണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് താങ്ക് യു എന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ജൂക്കിയാണെങ്കിലോ ദേഷ്യത്തിലെ ഏതോ ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിങ്ങിലാണല്ലേ അത് തന്നെ തുടർന്നോളൂ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും ലീഹ അവിടെ വന്നിട്ടുണ്ടല്ലേ എന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘ
സങ്ങാണെങ്കിലോ ലീഹയോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു താല്പര്യമില്ല എന്ന് മാത്രമല്ല ഇനി ഇങ്ങോട്ട് വരരുത് എന്ന്. അങ്ങോട്ട് വരുന്ന യാങ് ആണെങ്കിലോ ചെയർവുമൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നതും പിന്നീട് ഇവൻ ചെയർവുമണിനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ബോർഡ് മീറ്റിംഗിന് ശേഷം ശരിക്കും നിന്നെ കാണാൻ പറ്റിയില്ല, നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു, നിനക്ക് മാനേജ്മെന്റ് സീറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് ആൻറ്റി കൂളായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സങ്ങാണെങ്കിൽ എനിക്ക് മറ്റൊന്നിലും താല്പര്യമില്ല എന്ന് മാത്രമല്ല ഈ ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റ് അതെനിക്ക് നന്നായി നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ കൈവെക്കരുതെന്ന് സങ്ങ് പറയുന്നതും ആ മീറ്റിങ്ങിന് ശേഷം ഒരുപാട് റൂമേഴ്സ് ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിൽ നിന്റെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള റൂമേഴ്സും ഉണ്ട്, അതുകൊണ്ട് അതെങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കണം. യാങ്ങിനെ നിന്റെ സെക്രട്ടറി പൊസിഷനിൽ നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം എന്താ, ആരാണോ തെറ്റ് ചെയ്തത് അവരല്ലേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. നിന്നെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട്, ഒരു പെണ്ണ് കാരണം നിനക്ക് ഇത്രയും മാത്രം മാറ്റങ്ങൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സംഘ് തിരിച്ച് ചോദിക്കുന്നത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണ ചടങ്ങുകൾ നടക്കുന്ന ടൈമിൽ ആൻറ്റി എന്നോട് എന്തോ ഒന്ന് പറഞ്ഞിരുന്നു, അതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളിത്തിരി ടെൻഷനോട് കൂടി തന്നെ എനിക്ക് ഓർമ്മയില്ല, എന്താ ഞാൻ പറഞ്ഞതെന്ന് തിരിച്ച് ചോദിക്കുമ്പോൾ എനിക്കും ഓർമ്മയില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ, എന്തായാലും എനിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ആൻറ്റിയാണെങ്കിൽ കിജുൻ എവിടെയാണെന്ന് അറിയില്ല, അവനെ തിരിച്ചു കൊണ്ടുവരണം, നീ പറഞ്ഞാൽ മാത്രമേ അവൻ അനുസരിക്കൂ എന്ന് അവിടെ പറയുന്നുണ്ട്.